യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 63. യെദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബൊസ്രയിൽ നിന്ന് വരുന്നോരിവനാർ? വസ്ത്രാലങ്കൃതനായി തൻ്റെ ശക്തിയുടെ മാഹാത്മ്യത്തിൽ നടകൊള്ളുന്നോരിവനാർ? നീതിയെ അരുളിച്ചെയ്യുന്നവനും രക്ഷിപ്പാൻ വല്ലഭനുമായ ഞാൻ തന്നെ. നിന്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നതെന്ത്? നിന്റെ വസ്ത്രം മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ്റേതുപോലെ ഇരിക്കുന്നതെന്ത്? ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി, ജാതികളിൽ ആരും എന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല. എൻ്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി, എൻ്റെ ക്രോധത്തിൽ അവരെ മെതിച്ചു കളഞ്ഞു. അവരുടെ രക്തം എൻ്റെ വസ്ത്രത്തിൽ തെറിച്ചു, എൻ്റെ ഉടുപ്പൊക്കെയും മലിനമായിരിക്കുന്നു. ഞാനൊരു പ്രതികാര ദിവസം കരുതിയിരുന്നു, എൻ്റെ വിമുക്തന്മാരുടെ സംവത്സരം വന്നിരുന്നു. ഞാൻ നോക്കിയെങ്കിലും സഹായിപ്പാൻ ആരുമില്ലായിരുന്നു. ഞാൻ വിസ്മയിച്ചു നോക്കിയെങ്കിലും തുണപ്പാൻ ആരെയും കണ്ടില്ല. അതുകൊണ്ട് എൻ്റെ ഭുജം തന്നെ എനിക്ക് രക്ഷ വരുത്തി, എൻ്റെ ക്രോധം തന്നെ എനിക്ക് തുണ നിന്നു. ഞാൻ എൻ്റെ കോപത്തിൽ ജാതികളെ ചവിട്ടി, എൻ്റെ ക്രോധത്തിൽ അവരെ തകർത്തു. അവരുടെ രക്തത്തെ ഞാൻ നിലത്ത് വീഴ്ത്തിക്കളഞ്ഞു. യഹോവ നമുക്ക് നൽകിയതുപോലെയൊക്കെയും ഞാൻ യഹോവയുടെ പ്രീതിവാത്സല്യത്തെയും യഹോവയുടെ സ്തുതിയെയും അവൻ്റെ കരുണയ്ക്കും മഹാദയയ്ക്കും ഒത്തവണ്ണം അവൻ ഇസ്രായേൽ ഗൃഹത്തിന് കാണിച്ച വലിയ നന്മയെയും കീർത്തിക്കും. അവർ എൻ്റെ ജനം, കപടം കാണിക്കാത്ത മക്കൾ തന്നെ എന്ന് പറഞ്ഞ് അവൻ അവർക്ക് രക്ഷിതാവായി തീർന്നു. അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു. അവൻ്റെ സമ്മുഖദൂതൻ അവരെ രക്ഷിച്ചു. തൻ്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു. പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു. എന്നാൽ അവർ മത്സരിച്ച് അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു. താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. അപ്പോൾ അവൻ്റെ ജനം മോശയുടെ കാലമായ പുരാതന കാലം ഓർത്തു പറഞ്ഞത്, അവരെ തൻ്റെ ആടുകളുടെ ഇടയനോടുകൂടെ സമുദ്രത്തിൽ നിന്ന് കരേറുമാറാക്കിയവൻ എവിടെ? അവരുടെ ഉള്ളിൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തവൻ എവിടെ? തൻ്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈക്കൽ ചെല്ലുമാറാക്കി തനിക്ക് ഒരു ശാശ്വത നാമം ഉണ്ടാക്കേണ്ടതിന് അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിക്കുകയും അവർ ഇടറാതെ വണ്ണം മരുഭൂമിയിൽ ഒരു കുതിരയെ പോലെ അവരെ ആഴങ്ങളിൽ കൂടി നടത്തുകയും ചെയ്തവൻ എവിടെ? താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കന്നുകാലികളെ പോലെ യഹോവയുടെ ആത്മാവ് അവരെ തഞ്ചുമാറാക്കി. അങ്ങനെ നീ നിനക്ക് മഹത്വമുള്ള ഒരു നാമം ഉണ്ടാക്കേണ്ടതിന് നിന്റെ ജനത്തെ നടത്തി. സ്വർഗത്തിൽ നിന്ന് നോക്കി വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ വാസസ്ഥലത്തു നിന്ന് കടാക്ഷിക്കണമേ. നിന്റെ തീഷ്ണതയും വീര്യപ്രവൃത്തികളും എവിടെ? നിന്റെ മനസ്സലിവും കരുണയും എന്നോട് കാണിക്കാതെ വണ്ണം നീ അടക്കി വെച്ചിരിക്കുന്നു. നീയല്ലോ ഞങ്ങളുടെ പിതാവ്. അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല, ഇസ്രായേലിന് ഞങ്ങളെ തിരിയുന്നതുമില്ല. നീയോ യഹോവേ ഞങ്ങളുടെ പിതാവാകുന്നു. യുഗാരംഭം മുതൽ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എന്നാകുന്നു നിന്റെ നാമം. യഹോവേ, നീ ഞങ്ങളെ നിന്റെ വഴി വിട്ട് തെറ്റുമാറാക്കുന്നതും നിന്നെ ഭയപ്പെടാതെ വണ്ണം ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നതും എന്ത്? നിന്റെ അവകാശ ഗോത്രങ്ങളായ നിന്റെ ദാസന്മാർ നിമിത്തം മടങ്ങി വരേണമേ. നിന്റെ വിശുദ്ധ ജനത്തിന് അല്പകാലത്തേക്കു മാത്രം കൈവശമായ ശേഷം നിന്റെ വിശുദ്ധ മന്ദിരത്തെ ഞങ്ങളുടെ വൈരികൾ ചവിട്ടിക്കളഞ്ഞു. ഞങ്ങളിതാ നീ ഒരിക്കലും വാണിട്ടില്ലാത്തവരും നിന്റെ നാമം വിളിക്കപ്പെട്ടിട്ടില്ലാത്തവരും എന്ന പോലെ ആയിത്തീർന്നിരിക്കുന്നു.